ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്ന വീഡിയോ ഒരു മേക്കപ്പ് വീഡിയോ ആണ്. അത് 5 പ്രോഡക്റ്റ് വെച്ച് നമ്മൾ എങ്ങനെ ഒരുങ്ങാന്ന് പറഞ്ഞ്. അപ്പോൾ ഓക്കെ, വീഡിയോക്കകത്ത് പോവാം. നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 5 പ്രോഡക്റ്റ് വെച്ച് എങ്ങനെ ക്വിക്ക് മേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാണ്. അപ്പം ഞാൻ ചെയ്യുന്ന ഡെയിലി മേക്കപ്പിൽ ഒന്നാണിത്. ഞാൻ ഫൗണ്ടേഷൻ ഒന്നും എപ്പോഴും പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറില്ല. ഫസ്റ്റ് ഞാൻ ഇടുന്നത് ജസ്റ്റ് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ, എൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും എൻ്റെ സ്കിന്നിന് പറ്റിയ ഏതെങ്കിലും മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അതിടും. ഇട്ട് മോയ്സ്ചർ ചെയ്യും ഫേസ്. അത് കഴിഞ്ഞ് ഇത് 5 പ്രോഡക്റ്റ് വെച്ച് ഒരുങ്ങുന്നതിലുള്ള പ്രോഡക്റ്റ് അല്ല കേട്ടോ. നോർമലി എനിക്ക് വേണ്ടി ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇടുന്നേ ഉള്ളൂ. നമ്മൾ ഫൗണ്ടേഷൻ ഒന്നും ഇടുന്നില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് മോന്തി ഒന്ന് മോയ്സ്ചർ ആയിരിക്കാൻ വേണ്ടി ഇടുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ടിൽ ഒരു കണ്ണാടി ഉണ്ട്. എനിക്ക് ക്യാമറ നോക്കി വരയ്ക്കാൻ അറിഞ്ഞൂടെ, അപ്പോൾ കണ്ണാടി നോക്കി വരച്ചിട്ട് വരാം. ഞാൻ ഐലൈനർ വരച്ച് കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഇടുന്നതെന്ന് പറഞ്ഞാൽ മസ്കാരയാണ് ആദ്യമേ ഞാൻ ഐലൈനർ വരച്ചിട്ട് യൂസ് ചെയ്യുന്നത്. ഇന്ന് ലിപ്സ്റ്റിക്ക്, ഐലൈനർ, മസ്കാര, ലിപ് ലൈനർ ഇതൊന്നും ഇല്ലാത്ത ആരും ഇല്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് പിരിവ്. ഫസ്റ്റ് ഞാൻ കോംബ് ചെയ്ത് വിടും. ഇപ്പുറത്തും വളർന്നു ത്രെഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് സാധാരണ മേക്കപ്പിലാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഐലൈനർ, ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ട് ഞാൻ പോകാറുള്ളൂ. എവിടെയാണ് ഇത് ലിപ് ലൈനർ. ഞാൻ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. 2 ലിങ്ക് പിൻ ചെയ്തേക്കാം. ഐലൈനറും ലിപ്സ്റ്റിക്കും ലിപ് ലൈനറും ഇല്ലാത്ത ആരും കാണത്തില്ല. അപ്പം അവർക്ക് പെട്ടെന്ന് എൻ്റെ ക്വിക്ക് മേക്കപ്പ് ഇങ്ങനെയാണ്. ലിപ് ലൈനർ ഞാൻ വരച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക്, മൈ മോസ്റ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് വേറെ ഒന്നും വേണ്ടി ലിപ്സ്റ്റിക്ക് ഇട്ടാൽ മതി. ഫുൾ മേക്കപ്പ് ലുക്ക് തരുമല്ലോ അവർ. ഫുൾ മേക്കപ്പ് ലുക്ക് കിട്ടും. അപ്പം എനിക്ക് കട വരെ പോകണമായിരുന്നു. അപ്പം കടയിൽ പോകുമ്പോൾ എന്തായാലും ഒരുങ്ങണം. അപ്പം മേക്കപ്പ് ഈ വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഡൺ. പിന്നെ ഇച്ചിരി ബ്ലഷ് വേണം. ബ്ലഷ് ഇല്ലെങ്കിൽ എന്താ കളി. ഇതിൽ ബ്ലഷ് ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മാറ്റ് ലിപ്സ്റ്റിക് അല്ലേ. അപ്പോൾ നമ്മൾ ബ്ലഷ് ഇടുമ്പോഴത്തേക്കും കറക്റ്റ് മാറ്റ് ആയതുകൊണ്ട് പോവാതെ കറക്റ്റ് അവിടെ തന്നെ നിൽക്കും. സാധാ ബ്ലഷ് കണക്കല്ല, പോവാതെ അങ്ങനെ തന്നെ നിൽക്കും മാറ്റായതുകൊണ്ട്.
തന്നെയാണ് എനിക്ക് ബ്ലഷ് ഇടാനും ഇഷ്ടം, ഈ ലിപ്സ്റ്റിക്ക് തന്നെ. ഇപ്പം കടയിൽ പോകുന്നതുകൊണ്ട് എന്തായാലും ഒരുങ്ങണം. അപ്പോൾ പിന്നെ മേക്കപ്പ് ലുക്കും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. 5 പ്രോഡക്റ്റ് ചടപടേന്ന് ഓടി വന്നെടുത്ത വീഡിയോ. ബ്ലഷ് ഡണ്ണായി. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇടുന്ന ഇഷ്ടം. ഓക്കെ, ഓൾമോസ്റ്റ് ഡൺ. ഇനി മുടിയും കൂടെ എങ്ങനെ കെട്ടണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഓൾറെഡി ഞാൻ കടയിൽ ഇട്ടുകൊണ്ട് പോകുന്നതും ഈ ഡ്രസ്സ് തന്നെയാണ്. ഓടി വന്ന ഡ്രസ്സ് മാറ്റിയിട്ട് എനിക്ക് ചുമ്മാ പുറത്തെവിടെയെങ്കിലും പോകണമെങ്കിൽ മുടി അയച്ചിടുന്ന ഇഷ്ടമല്ല. എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മുടി അയച്ചിടും. അല്ലാതെ മുടി അയച്ചിടുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നെങ്കിൽ പോണി ടൈലും ഇല്ലെങ്കിൽ ബൺ ചെയ്ത് വയ്ക്കും മുടി. പിന്നെ അതുപോലെ എൻ്റെ ലോങ് ഹെയർ ആയതുകൊണ്ട് പെട്ടെന്ന് ഉടക്ക് മീൻസ് ചിക്കല്ല, മുടി ഭയങ്കരമായിട്ട് ചട വീരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ തന്നെ കുത്തിയിരുന്ന് പിന്നെ ചടയൊക്കെ ഇളക്കണം, തല വേദനിക്കും. എന്തിനാണ് വെറുതെ മുടി അയച്ചിടാൻ നടക്കുന്നത്? അതിൽ കുറച്ച് മുടി ഞാൻ ഇവിടെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് മുടി കിട്ടി. ഇവിടുത്തെ മുടി ഇവിടെ പോയി. സെറ്റ്. ഓക്കെ, ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് മൈ മേക്കപ്പ്. നേരിട്ട് കാണാൻ നല്ല രീതി സൂപ്പറാണ്. ക്യാമറ കൂടെ എനിക്ക് എത്രത്തോളം അറിയാൻ പറ്റുന്ന മീൻസ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നേരിട്ട് കാണാൻ പൊള്ളിയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ 2 സാധനം ഒന്നും ഇല്ലെങ്കിൽ ഐലൈനറും ഈ ഒരു ലിപ്സ്റ്റിക്ക് മതി ഫുൾ ലുക്ക് മാറ്റാൻ. പിന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. ക്യാമറയിൽ എത്രത്തോളം അറിയുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. ഇപ്പോൾ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചാൽ മതി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലിലേക്ക് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിലില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ വീഡിയോസ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്തേക്കാം പറയാം. ഓക്കെ, താങ്ക് യു.